ജെക്കെ, എനിക്ക് നിന്നോട് സംസാരിക്കണം. എടാ, അത് അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കുണ്ട് ഒരാളെന്ന്. എന്താ ഏട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, നീ എന്നോട് ചോദിച്ചില്ലായിരുന്നോ പെണ്ണ് കാണേക്കാൾ മുമ്പ്, ഒരാഴ്ച മുന്നേ, എനിക്കൊരാളെ ഇഷ്ടമാണോന്നോ? ഓക്കെ എടാ, എനിക്കൊരാളെ ഇഷ്ടമാണ്. എടാ, ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞ ഒരാളില്ലേ, എടാ അത് അവളാടാ, ജോഷിക. എന്താ? ഒച്ച വെക്കില്ലേ, ഞാൻ പറയാം. എടാ, അന്ന് ഞാനൊരു ബിസിനസ് മീറ്റിങ്ങിന് പോയില്ലേ ജൊഹാൻ കോർപ്പറേഷന്റെ കൂടെ. മീറ്റിംഗ് നടന്നത് അക്ഷര മാളിൽ വെച്ചാ. മീറ്റിംഗ് കഴിഞ്ഞ് അമ്മയ്ക്കൊരു സാരി എടുക്കാൻ പോയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആളെ കാണുന്നത്. ആ സാരി ഒന്ന് കാണിച്ചേ. ഇതാണോ? ഇതല്ല, ബ്ലൂ ആണ്. ഈ സൗണ്ട് എടി, വീട്ടിൽ തന്നെ വിളിച്ച് ഇത്ര സമയമായില്ലേ, ഇനി വേറൊരു ദിവസമാവാം. ശരിയല്ല, പിന്നെ കാണാം. ഹാഡി, ഓക്കെ, പിന്നെ കാണാം. അന്നാ ഞാൻ ആദ്യമായിട്ട് ജോഷിക്കനെ കാണുന്നത്. പിന്നെ അങ്ങനെ പല പല സ്ഥലത്ത് വെച്ച് ഞാൻ അവളെ കണ്ടു, പക്ഷെ അവളെന്നെ കണ്ടിട്ടില്ല ഇതുവരെ. എന്നിട്ട് ഏട്ടൻ എന്തോ നേരത്തെ പറയാതിരുന്നേ? ഇത് എനിക്ക് അവളോട് പറയാനൊരു സിറ്റുവേഷൻ കിട്ടിയില്ല. പ്ലസ് ഇവിടെ എനിക്ക് കല്യാണം ആലോചിച്ചില്ലേ, സോ ഞാൻ മറക്കാന്ന് കരുതി. ബട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ജോഷിക ഈശാനിയുടെ അനിയത്തിയായിരിക്കുന്നു. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ഡെസ്റ്റിനി, യുനോ. എനിക്ക് വേണ്ടി ജനിച്ചതാവളെന്ന് എനിക്കൊന്ന് തോന്നുക. അതല്ലേ, കറക്റ്റ് മുഹൂർത്തത്തിന്റെ ടൈമിൽ തന്നെ ഈശാനിയെ കാണാൻ പോകുന്നത്. എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട്, കിടക്കണം. ഏട്ടൻ മുറിയിലോട്ട് വയ്ക്കും. ഞാനിന്ന് റൂമിലല്ല, റെസ്റ്റ് റൂമിലാ. ജോഷിക്ക് ടൈം വേണം അഡ്ജസ്റ്റ് ആവാൻ. അവളെ സംബന്ധിച്ച് ഇതൊരു ഫോഴ്സ്ഡ് മാരേജാ. സോ നീ മുറിയിലോട്ട് പോക്കോ. ഞാനിന്ന് ഗസ്റ്റ് റൂമിലാണ് എടുക്കുന്നത്. ജോയ്ക്ക് മാത്രമല്ലോ, ഇഷാനിക്കും ഇതൊരു ഫോഴ്സ്ഡ് മാരേജ് അല്ലേ? നിക്ക്, ഞാനും അങ്ങോട്ടാ, ഒരുമിച്ച് പോവാം. നീ ഇത് മനസ്സിലാക്കണം, ജയക്ക് ഇതൊരു വെറും ഒരു ഫോഴ്സ്ഡ് മാരേജ് മാത്രമാണ്. 6 മാസം കഴിഞ്ഞ് അവന് ഡിവോഴ്സ് കൊടുക്കണം. എൻ്റെ കൂടെ പൊരുത്തപ്പെടാൻ അവന് ഒരിക്കലും കഴിയില്ല. എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ അവന് ഒരിക്കലും കഴിയില്ല. ഇതാര്?
ഈശ്വരോ, എന്തിനാണ് നേരത്തെ നിന്നിട്ട്? ഇതൊക്കെ അമ്മ ചെയ്യില്ലായിരുന്നോ? ഇല്ലമ്മേ, ഇത് ശീലായി. പിന്നെ ഒന്നുകൂടെ കിടക്കാൻ നോക്കിയിട്ട് ഉറക്കം വരുന്നില്ല, അതാ. ഓ, ജിത്ത് ചെയ്തിട്ടില്ലേ? അത് വരിട്ടില്ലായിരിക്കും. അങ്ങനെയാ. ഉച്ചയാവും എഴുന്നേക്കുമ്പോ. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അയ്യോ, അത് വേണ്ട. മറ്റേ ജേക്ക ക്ഷീണായിട്ട് കിടക്ക. അച്ഛനെവിടെ? ഞാൻ ചായ ഇടാം. അച്ഛൻ അറിയില്ല, ഇപ്പൊ വരും. ജിതോ, നീ എങ്ങോട്ടേക്ക് പോകുന്ന രാവിലെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ? ഇന്ന് എനിക്ക് ഷൂട്ടുണ്ട്, പോണം. നിക്ക് പോമരുടെ. നീ ഇപ്പൊ മാരീഡാണ്, അതുകൊണ്ട് തന്നെ കോളേജിലെ സപ്ലിമെന്റ് ഏജ് എടുത്തിട്ട് നീ ഷൂട്ടിങ് പോയാ മതി. അച്ഛാ, എനിക്ക് എന്തായാലും ഷൂട്ടിന് പോണം. സപ്ലൈ ഇല്ലേ, അത് ഞാൻ എങ്ങനെയെങ്കിലും എഴുതിയെടുത്തോളാം. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എന്നോട് കേട്ടാ മതി. ശരി അച്ഛാ. പിന്നെ ഇഷാനി, മോള് പറഞ്ഞത് മോളുടെ ജോലി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ജിത്ത് പഠിക്കുന്ന കോളേജിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചത്. ആദ്യം ഇവിടെ അടുത്തായതുകൊണ്ട് പോയി വരാൻ എളുപ്പമായിരിക്കും കേട്ടോ. ജോഷിക, 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 താഴെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. താൻ ഫ്രഷായിട്ട് കഴിക്കുക. ഓക്കെ. ഭഗവാനെ, രാവിലെ തന്നെ ഇവിടെ ഇരുന്ന് ശരിയാവില്ല. ജോഷിക, എന്നാ ഞാൻ താഴേക്ക് പോവാം. താൻ റെഡി ആയി കഴിഞ്ഞ് താഴേട്ട് പോരെ. ഓക്കെ. ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് പോകാമല്ലോ. ജിത്തു, ഇങ്ങനെയാണ് അച്ഛനോട് സംസാരിക്കുന്നത്? സാരില്ലടാ. പിന്നെ ഇത് നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടും പോകുന്നില്ല. അതെ, കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ജോലിക്ക് പോവാന്ന് വെച്ചാ മോശം. നിങ്ങൾക്ക് പുറത്തേക്ക് തന്നെ പോയി പറ്റുന്നെങ്കിൽ ഈ 2 പെൺമക്കളെയും കൊണ്ടുപോക്കോ. അത് ശരിയാ. ഇവരെ പുറത്തു കൊണ്ടുപോക്കോ? ശരി അച്ഛാ. ജോഷിക, താനും ഇശാനിയും പോയി ചേഞ്ച് ചെയ്തിട്ട് വാ.
കുഴപ്പമില്ല അച്ഛാ. അവര് വർക്കിന് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയതല്ലേ, ഇനി അവർ അതിന് പൊക്കോട്ടെ. നീ ഞങ്ങളോട് പറഞ്ഞത് കേട്ടാ മതി. ശരി അമ്മേ, പോയിട്ട് വരാം. അച്ഛാ, പോയിട്ട് വരാം. സൂക്ഷിച്ച് പോയിട്ട് വാ. ആഹാ, ഇതാര്? സൈതമോ? ആ, കൂടെ അരുമോനുണ്ടല്ലോ. കേറുക. നിങ്ങൾ ഒരുമിച്ചാണോ വന്നത്? അല്ല, ഞാൻ അഴകേട്ടനെ ഗേറ്റിന്റെ അവിടെ വെച്ച് കണ്ട, അപ്പൊ ഒരുമിച്ച് ഇങ്ങോട്ട് കയറി. ആന്റി, നമ്മൾ അവരെ കാണാൻ വേണ്ടി അവരെന്ത് കണ്ടില്ലല്ലോ. അയ്യോ, അവരിപ്പോ അങ്ങനെ ഇറങ്ങിയുള്ളൂ, ഒന്ന് പുറത്തേക്ക് പോവാൻ. അവര് വന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ആണോ? നമ്മൾ അവര് വന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ആണോ? നിങ്ങളിരിക്കെ ഞാൻ ചായ ഇട്ടു. അങ്കിളുണ്ട്. ഞാനിവിടെ ഉണ്ടടാ. ജെക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കണം. ജെക്ക്, എനിക്ക് പറ്റുന്നില്ലടാ അവിടെ. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. എനിക്ക് കല്യാണം വേണ്ട. ഞാൻ സ്നേഹിച്ചതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും നിന്നെയാണ്, അല്ലാതെ നിന്റെ ചേട്ടനില്ല. എന്നെ നീ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോ പ്ലീസ്. എടി, നീ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ നീ എന്റെ ഏട്ടന്റെ ഭാര്യയാണ്, അത് നിനക്ക് ഓർമ്മയില്ലേ? ഐ ഡോണ്ട് കെയർ. നീ എന്തൊക്കെയാ പറയുന്നേ? നീ നിന്റെ ചേച്ചിനെ പറ്റി എങ്ങനെ ആലോചിക്കുക? അവളിപ്പോ എന്റെ ഭാര്യയാണ്. നീ അതെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കുക. നീ ഇങ്ങനെ സെൽഫിഷ് ആവല്ലേ? ഐ നോ, ബട്ട് എനിക്ക് കഴിയുന്നില്ല. ജോ, നമുക്കിതെല്ലാം മറക്കാം. എനിക്കിനി പഴയതുപോലെ ഒന്നും ആവാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ നീ ഇല്ല. നിന്നോട് ആ ഫീലിങ്സ് ഒന്നും ഇല്ല. എനിക്കിപ്പോ എല്ലാം എൻ്റെ ഇഷാനിയാണ്. നമ്മുടെ വിധി ഇതാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. വി ഹാവ് ടു മൂവ് ഓൺ. ഇഷാനി, വിഹാൻ, താൻ ഓക്കെ അല്ലേ? ഈ റിലേഷൻ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലേ? നമുക്കത് പെണ്ണ് കാണുന്നതിന് പറഞ്ഞാല് ട്രൈ ചെയ്യാം. താനൊരു 6 months ട്രൈ ചെയ്തിട്ട് കഴിഞ്ഞില്ലേ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. ഞാൻ കൂടെ നിൽക്കാം. സെയിം വിത്ത് യു. ജോയ്ക്ക് ഈ കല്യാണത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അവളുടെ തീരുമാനം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ കൊച്ചിനെ കരയിപ്പിക്കല്ലേടാ, അവൾ ഭയങ്കര പാവാ. I will not. You can trust me. ഐ ട്രസ്റ്റ് യു. അതുകൊണ്ടാണോ എൻ്റെ അനിയത്തിനെ ഞാൻ നിനക്ക് തന്നത്. ചേച്ചി നമുക്ക് പോവാം. എനിക്കെന്തോ സുഖമല്ല, ഭയങ്കര തലവേദന. എന്താ എന്ത് പറ്റി? ഹോസ്പിറ്റലിൽ പോണോ? ഏയ്, അത് വേണ്ട. ഒന്ന് കിടന്നാൽ തീരാവുന്നേ ഉള്ളൂ. തലവേദനയല്ലേ, നമുക്ക് വീട്ടിൽ പോവാം. എന്നാ വാ പോവാം. എൻ്റെ മനസ്സിൽ ഇല്ല. നിന്നോട് ആ ഫീലിങ്സ് ഒന്നും ഇല്ല. നിങ്ങൾ വന്നോ? ജോമോക്ക് എന്താ പറ്റി? അത് ജോലിക്ക് വരുന്ന വഴിക്കൊരു തലവേദന, അതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത്. ആണോ?
മക്കളും പോയി റെസ്റ്റ് എടുക്ക്. നല്ല ക്ഷീണം കാണും. പുറത്തൊക്കെ പോയിട്ട് വന്നാലേ. അറിയോ ആരും ആരും നീ എപ്പോ വന്നു? ജോനെ വിളിച്ചിട്ട് വരാം നിനക്ക്. കുറച്ച് നേരായി. ആള് വിളിക്കണ്ട. തലവേദനയെന്നല്ലേ പറഞ്ഞേ? ആടാ. പിന്നെ നീ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നീ ഹാപ്പി അല്ലേ? സുഖ, ഞാൻ ഹാപ്പിയാ. എന്നാ ഞാൻ ഇറങ്ങാം. പിന്നെ ഒരു ദിവസം ഇറങ്ങാം. പോവാണോ? കുറച്ചിട്ട് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇല്ല, വർക്കുണ്ട്. എന്നാ ഞാൻ ഇറങ്ങാം. ശരി ആൻറ്റി. അങ്കിൾ, പിന്നെ ചൈത്ര, പോയിട്ട് വരാം. വിഹാൻ, ശരി. ശരിയാണ്. വിഷു, പോയിട്ട് വരാട്ടോ. ആടാ. എന്നാ മക്കളും പോയി റെസ്റ്റ് എടുക്ക്.